നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം ചോർന്നത് അന്വേഷിക്കാൻ KPCC അന്വേഷണ ചുമതല തിരുവഞ്ചൂർ രാധാകൃഷ്ണന്. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ഒഡീഷ സ്വദേശി അജയ് പ്രധാനെയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. വേങ്ങരയിൽ 18-കാരനായ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSCBക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയ മുഹമ്മദ് വദൂദാണ് വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ജയിൽ ജീവനക്കാരുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ ഇയാൾക്ക് എന്തെങ്കിലും സഹായം ലഭിച്ചോ എന്നതായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. തൃപ്പൂണിത്തുറ എരൂർ കാർത്തിയായനി ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ പിൻവശത്തെ മതിലാണ് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഹരിപ്പാട് പാഴ്സൽ ലോറി തടഞ്ഞ് 3.24 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് തമിഴ്നാട് സ്വദേശിയായ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വഞ്ചനാ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നടൻ നിവിൻ പോളിക്ക് നോട്ടീസ്. തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് അയച്ചത്. സംവിധായകൻ എബ്രഡ് ഷെയനും പോലീസ് നോട്ടീസ് നൽകി. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പാർലമെന്റിൽ ഇന്ന് നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും ആദ്യം സംസാരിക്കുക പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ധർമ്മസ്ഥലയിലെ ക്ഷേത്ര പരിസരത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ അന്വേഷണ സംഘം ഇന്ന് മണ്ണ് നീക്കി പരിശോധന നടത്തും. ക്ഷേത്ര പരിസരങ്ങളിലും സമീപ വനപ്രദേശങ്ങളിലും ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനം. ഉത്തർപ്രദേശിലെ അവനേശ്വർ മഹാദേവ ക്ഷേത്രത്തിന് പുറത്ത് വൈദ്യുതി ലൈൻ പൊട്ടിവീണതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും 2 പേർ മരിച്ചു. ഓഗസ്റ്റ് 1 മുതൽ പുതിയ UPI നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു. ഇനി മുതൽ നിങ്ങളുടെ UPI ആപ്പ് വഴി ഒരു ദിവസം 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. നൈജീരിയയിൽ ബോട്ട് മറിഞ്ഞ് 25 മരണം. അപകടത്തിൽപ്പെട്ടത് മാർക്കറ്റിലേക്ക് യാത്രക്കാരുമായി പോയ ബോട്ട്. നൈജീരിയയിലെ ഷിരോറോ മേഖലയിലെ ഗുമു ഗ്രാമത്തിന് സമീപം ശനിയാഴ്ചയാണ് ദാരുണമായ അപകടം നടന്നത്. പാകിസ്ഥാനിൽ നിന്നും വീണ്ടും പുതിയ 3 പോളിയോ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഈ വർഷം രാജ്യത്ത് ആകെ പോളിയോ കേസുകളുടെ എണ്ണം 17 ആയി ഉയർന്നു. സ്പീഡ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.